ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ടെൻഷൻ എന്താണ്? റേഞ്ച് ആങ്സൈറ്റി. എപ്പോൾ എവിടെ വെച്ച് വണ്ടിയുടെ റേഞ്ച് തീരും എന്നാണ് എല്ലാവരുടെയും ടെൻഷൻ. ചാർജിംഗ് സ്റ്റേഷൻ കണ്ടുപിടിക്കണം, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തില്ലയോ, ഇതൊക്കെയാണ് എല്ലാവരുടെയും പ്രശ്നം. പക്ഷേ MG ഇതിനൊക്കെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് അഡാപ്റ്റ് എന്ന പേരിൽ. 4 പവർ ട്രെയിൻ ഈ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ വെക്കാൻ പറ്റും. അതിൽ ആദ്യത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത്. പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് മോട്ടറുണ്ട്, അതുപോലെ എഞ്ചിനുണ്ട്, ബാറ്ററി ഉണ്ട്, ഫ്യൂൽ ടാങ്ക് ഉണ്ട്. ഇപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിനനുസരിച്ച് ഫ്യൂൽ ടാങ്ക് വേരിയേഷൻ വരും, ബാറ്ററിയുടെ പവർ വേരിയേഷൻ വരും, മോട്ടറിൻ്റെ കാര്യങ്ങൾ എല്ലാം ചെറിയ ചെറിയ വേരിയേഷൻസ് ഓരോരോ പ്ലാറ്റ്ഫോമിലും ഉണ്ടാവും. ഇതിനകത്ത് ഏകദേശം ഒരു 20 കിലോവാട്ട് ബാറ്ററിയാണ് ഇരിക്കുന്നത്. ഒരു ഫ്യൂൽ ടാങ്ക് ഉണ്ട്, ഒരു 40-45 ലിറ്ററിന്റെ ഫ്യൂൽ ടാങ്ക് ഉണ്ട്, എഞ്ചിനുണ്ട്, അതോടെ ഒരു മോട്ടറുണ്ട്. ഇതാണ് ഈ ഒരു സിസ്റ്റം. ഇതിനകത്ത് നമുക്ക് 20 കിലോവാട്ട് ബാറ്ററി ഉപയോഗിക്കുമ്പോൾ ഏകദേശം 100 കിലോമീറ്റർ റേഞ്ച് കിട്ടും. ബാക്കി നമുക്ക് പെട്രോൾ ഓടാം. ഒരു ഫുൾ ടാങ്കിൽ നമുക്ക് 1000 കിലോമീറ്റർ വരെ ഓടാൻ പറ്റും. ആ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നിരിക്കുന്ന EV ആണ്. ഇതിന് ഏകദേശം ഒരു 60 കിലോവാട്ട് അടുപ്പിച്ച് ബാറ്ററിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ നോർമൽ EVയിൽ എന്താണ് നമുക്ക് കിട്ടുന്നത് ആ രീതിയിലായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വണ്ടി കിട്ടുക. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് EVയുടെ ഇത്രയും വലിയൊരു ബാറ്ററി ഉണ്ടാവും, പിന്നെ അതിനകത്ത് ഒരു എഞ്ചിൻ ഉണ്ടാവും, ചെറിയൊരു ഫ്യൂൽ ടാങ്ക് ഉണ്ടാവും. ഈ എഞ്ചിൻ എന്താണ് ഉപയോഗിക്കുന്നത് അറിയോ? ഈ എഞ്ചിൻ ഉപയോഗിക്കുന്നത് ഈ ബാറ്ററിയെ ചാർജ് ചെയ്യാനാണ്. സാധാരണ നമ്മൾ പലപ്പോഴും EVയെ കളിയാക്കിയിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു ജനറേറ്റർ കെട്ടിയിട്ട് ഓടിക്കുന്നതായിട്ട് കാണിക്കാറുണ്ട്. ആ രീതിയിൽ MG തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനകത്തുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനും വേണ്ട, ഫ്യൂവൽ അടിച്ച് എഞ്ചിൻ ഓണാക്കി ഇടുക, വണ്ടി ചാർജ് ആയിക്കോളും. അടുത്ത ഓപ്ഷനാണ് നമുക്ക് ഫുൾ ഹൈബ്രിഡ് സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഒരു ചെറിയൊരു ബാറ്ററി പാക്ക് വരുന്നത്, ഒരു 200 വാട്ട്സ് വരുന്ന ഒരു ബാറ്ററി പാക്ക് ആയിരിക്കും വരുന്നത്. ഒരു വലിയ ഫ്യൂവൽ ടാങ്ക് ഉണ്ടാവും, ഒരു എഞ്ചിൻ ഉണ്ടാവും, ഒരു ചെറിയ മോട്ടർ ഉണ്ടാവും. ഇതാണ് ആ സിസ്റ്റത്തിൽ വരുന്നത്. നമുക്ക് നോർമലി ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈക്രോസ്, ഹൈഡ്രൈഡർ അങ്ങനെയുള്ള വാഹനങ്ങളുടെ രീതിയിലുള്ള ടെക്നോളജിയാണ് അതിൽ വരുന്നത്. പെട്രോൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, പെട്രോൾ വണ്ടി എന്നുള്ള രീതി തന്നെയായിരിക്കും. പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും.